ചെമ്പന്നീർപ്പൂവിൻ്റെ ഒരു പുതുപുത്തൻ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ വരാൻ പോകുന്ന നിമിഷങ്ങളുടെ പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ചേട്ടൻ്റെ കല്യാണ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരവിടെ വരികയാണ്. അപ്പം ചേട്ടൻ നിർബന്ധിച്ചിട്ട് സച്ചി അവിടെയുണ്ട്. അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ഇളയ അനിയനും വരുന്നുണ്ട്, പക്ഷേ അമ്മയ്ക്ക് അവനോടുള്ളത് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഏട്ടൻ അങ്ങനെ ചെയ്യുന്നത് എന്തോ മനസ്സിൽ കരുതി കൂട്ടിയുള്ളതാണെന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവർ വരുന്നു, അവർ ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ഇതാണോ ഇവിടുത്തെ കൾച്ചറിന് വളരുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയുന്നു. കാരണം സച്ചിക്ക് ഒന്നുകിൽ ആ പെൺകുട്ടിയെ നേരത്തെ അറിയാമായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയിൽ എന്തെങ്കിലും പന്തുകേട് തോന്നിയിട്ടായിരിക്കണം സച്ചി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സച്ചിയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് അമ്മ പറയുന്നുണ്ട് സച്ചിയോട്, ഇപ്പം നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ് സച്ചിയോട് അനാവശ്യമായിട്ട് സംസാരം ഉണ്ടാകുന്നു. പക്ഷേ സച്ചിയെ കുറ്റം പറയാനും പറ്റില്ല. പെണ്ണ് കാണാൻ വന്നവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് അവൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെ അമ്മ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് ഇതുപോലെ പൂക്കടയിലേക്ക് പോവുകയാണ്, രേവതിയുടെ പൂക്കടയിലേക്ക് പോവുകയാണ് സച്ചി. എന്താവശ്യത്തിനാണെന്ന് അറിയില്ല, ഒരുപക്ഷെ അച്ഛൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടോ വല്ലതും ആയിരിക്കാം. അവിടെ വെച്ച് നമ്മുടെ നായകനെ വീണ്ടും രേവതി കണ്ടുമുട്ടുകയാണ്. രേവതി കണ്ടുമുട്ടുമ്പോൾ രേവതിക്ക് തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും രേവതി എന്താണ് പ്രതികരിക്കാൻ പോകുന്നതെന്നും നമുക്കൊരുപക്ഷെ ആകുന്നില്ല. എന്തായാലും ചിലപ്പോൾ പോലീസിൽ അറിയിക്കാനുള്ള വഴിയും ഉണ്ടായേക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകൾ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ പുതിയ എപ്പിസോഡ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.